ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പൊളിറ്റിക്കൽ സയൻസ് PSC നോട്ടിഫിക്കേഷൻ വന്നു നമുക്കറിയാം. അപ്പോൾ നോട്ടിഫിക്കേഷന്റെ ഭാഗമായി നമുക്ക് സിലബസ് ലഭിക്കുന്നുണ്ട്. സിലബസിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. സിലബസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷനിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് സമയങ്ങളായില്ല, കാരണം ഇനി HSST എക്സാമിനേഷന് വേണ്ടിയിട്ട് കേരളം 6 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. 6 മാസത്തിനുകൊണ്ട് തന്നെ പരീക്ഷ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് കൊണ്ട് തന്നെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് PSCക്കും സെറ്റ് നെറ്റ് MA UPSC വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ HSSTയുടെ സിലബസിനകത്ത് വരുമ്പോൾ ആദ്യത്തേത് സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ ബേസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം. അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്. അതിനകത്ത് തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റിയാണ് ആദ്യം നമ്മൾ പ്രതിപാദിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റിയുള്ള എല്ലാം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യണം. അതിൻ്റെ ആഴത്തിലുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കടന്ന് കിടക്കുകയാണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിമാൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമുക്ക് വേണ്ടിയിരുന്നത്? അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് 1930-കളിൽ തന്നെ രാജ്യം സ്വാതന്ത്ര്യ സമരം കൂടി അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു നമുക്കറിയാം. അപ്പോൾ തന്നെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ രാജ്യത്തെ ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടെ ഭരണഘടനാ ശില്പികൾ, അതായത് രാജ്യത്തെ നേതാക്കന്മാർ, ആ സമയത്തുള്ള ദേശീയ നേതാക്കന്മാർ, അവർ ഏകസ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭരണഘടന വേണമെന്നുണ്ട്. അപ്പോൾ ഭരണഘടന വേണം എന്നുള്ള കാര്യത്തിന് ആദ്യമായിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി, അത് അങ്ങനെ ഒരു ഐഡിയ, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറഞ്ഞൊരു ഐഡിയ പുട്ട് ഫോർവേഡ് ബൈ MN റോയിയാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് ആദ്യമായി ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഈ MN റോയ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിനോട് തുടക്കക്കാരനാണ് MN റോയ്. അദ്ദേഹത്തിന്റെ ഈ ആവശ്യം ഇന്റർനാഷണൽ കോൺഗ്രസ് IMC ഡിമാൻഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോർ ഫ്രെയിമിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട്, കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ ആവശ്യപ്പെടുന്നതും അപേക്ഷിക്കുന്നതും റേസ് ചെയ്യുന്നതെല്ലാം തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റാണ് നമ്മളെ ഭരിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് വേണം. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം. അതിലേക്ക് ജവഹർലാൽ നെഹ്റുവാണ് ഒരു 1938 ഇന്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇത് ഡിക്ലെയർ ചെയ്തു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അതിന്റെ ആവശ്യത്തെ പറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനുള്ള ഒരു സമിതി. അപ്പൊ 1939 കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഇതൊരു പ്രമേയമാക്കി പാസ്സാക്കി. 1930 1939 കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് കോൺഗ്രസ് ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ ഡിമാൻഡ് 1940 ആഗസ്റ്റ് ഓഫർ വഴി ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റിയുള്ള ഒരു പ്രാഥമിക വിവരമാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 1940 ആഗസ്റ്റ് ഓഫർ വഴി ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ചതിന് ശേഷം ഇതിനെപ്പറ്റി കോമ്പോസിഷൻ, ഇതിന്റെ ഘടന എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ വരുന്ന 1946 ഒരു ക്യാബിനറ്റ് മിഷൻ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് അത് ഇന്ത്യൻ നേതാക്കന്മാർക്ക് ഇന്ത്യക്കാർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിനകത്ത് 3 പേരാണുള്ളത്. കപ്പോർട്ട് ക്രിപ്സ്, പെർത്തിക്, ലോറൻസ്, ഏരിയ അലക്സാണ്ടർ, ഈ 3 പേരാണ് ഇതിന് കമ്മീഷൻ ഇടുന്നത്. അപ്പൊ ഈ അംഗങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്മൂത്തായിട്ട് അധികാര കൈമാറ്റം നടത്തുന്നുണ്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് ഈ അധികാരം കൈമാറി കൊടുത്ത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ ഇന്ത്യക്കാർക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതിന്റെ 1946 ഫോം ചെയ്ത ക്യാബിനറ്റ് മിഷന്റെ ഇത് പ്രകാരം
ശുപാർശ പ്രകാരം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് 389 പേരാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാകുന്നത്. ഈ 389 പേരിൽ ബ്രിട്ടീഷ് ഇന്ത്യ അതായത് നേരിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സ്ഥലം, നാട്ടുരാജ്യന്മാർ ഭരിച്ചിരുന്ന സ്ഥലം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കീഴിലായ സമയത്ത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ ഗവർണർ ജനറൽമാരുടെ കീഴിൽ ഇന്ത്യ നയിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടിരുന്നു. ആ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് 298 പേര്, ബാക്കി 93 പേരെ പ്രിൻസ്ലി സ്റ്റേറ്റ് അതായത് നാട്ടുരാജാക്കന്മാരുടെ കീഴിലുള്ള ആ പ്രദേശങ്ങളിൽ നിന്ന് 93 പേരിൽ നിന്ന് ഈ ഒരു 389 അംഗ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സീറ്റുകളുടെ എണ്ണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള സീറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഈ 389 സീറ്റിനകത്ത് 93 സീറ്റുകളെ നാട്ടുരാജാക്കന്മാർക്ക് നേരിട്ട് അവരുടെ പ്രതിനിധിയെ ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള ഏകദേശം 296 സീറ്റ്, ഏകദേശം അല്ല 296 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആണ്. ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലുള്ള പ്രദേശങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് ഇപ്പോൾ പോപ്പുലേഷൻ അടിസ്ഥാനത്താണ്. ജനസംഖ്യ കൂടിയ സ്ഥലങ്ങളിൽ ജനസംഖ്യയ്ക്ക് അനുപാതികമായിട്ട് സീറ്റ്. അപ്പം ഇവിടെ സീറ്റ് കൊടുത്ത പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 1 മില്യൺ ആളുകൾക്ക് ഒരു സീറ്റാണ് നടക്കാൻ കൊടുത്തത്. അപ്പം സീറ്റ് ഇവിടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി ബേസിൽ ഡിവൈഡ് ചെയ്തു. അതായത് മുസ്ലിംസ്, സിഖ്, ജനവാർ എന്നീ 3 കാറ്റഗറിയിലാണ് സീറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. മുസ്ലിംസ്, സിഖ്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അത് കൂടാതെ അവരൊഴികെയുള്ള ബാക്കി എല്ലാ വിഭാഗങ്ങളും ജനറൽ കാറ്റഗറിയിൽപ്പെടും. അപ്പൊ അതനുസരിച്ച് പോപ്പുലേഷൻ അനുസരിച്ച് അവർക്ക് സീറ്റ് കൊടുക്കും. ഇപ്പം മുസ്ലിം ജനസംഖ്യ ഇത്രയാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ള സീറ്റ് മുസ്ലിംസിന് കൊടുക്കും, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കും. സിഖ് ജനസംഖ്യ ഇത്രയുമാണെങ്കിൽ അതിനനുസരിച്ചുള്ള സീറ്റ് സിഖ് മതവിഭാഗങ്ങൾക്ക് കൊടുക്കും. അവിടെ നിന്നുള്ള ആളുകൾക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കും. ഏകദേശം ഒരു റിസർവേഷൻ വളരെ. അപ്പം റെപ്രസെന്റേറ്റീവ് ഓഫ് ഈച്ച് കമ്മ്യൂണിറ്റി വേർ ടു ബി എലക്ടഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സീറ്റ് കിട്ടുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ എലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ആരെയാണ്. ഇപ്പം 2, 3, 4 പേര് ആ സീറ്റ് മത്സരിക്കാന്ന് കരുതുക. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു റിസർവ് ചെയ്ത സീറ്റിലേക്ക് മുസ്ലിംസ് മാത്രമേ മത്സരിക്കുകയുള്ളൂ. അതിനകത്തേക്ക് വോട്ട് ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക്. അതാണ് അന്നത്തെ കാലത്ത് അത് ഉറപ്പുവരുത്തുകയാണ്. അതായത് മറ്റു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ ഈ ഒരു സീറ്റിലേക്ക് വോട്ട് ചെയ്യാൻ പോലും അവകാശമില്ല. കൃത്യമായിട്ടും അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആര് തിരഞ്ഞെടുക്കപ്പെടുന്ന ആ കമ്മ്യൂണിറ്റിയുള്ളവരാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് ഈ സീറ്റ് വിഭാജനത്തിൽ പുലർത്തിയ അതായത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയോ കാസ്റ്റോ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിനകത്തേക്ക് വോട്ട് ചെയ്യുക. അതാണ് അത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, സിംഗിൾ ട്രാൻസ്ഫർ വോട്ട്. ഇങ്ങനെയൊരു വളരെ ഇന്ന് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത, ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത ഒരു സിസ്റ്റമാണ്. ഇന്നത്തെ കാലത്ത് പ്രൊപ്പോർഷണേറ്റ് സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് ഉപയോഗിച്ചാണ് ചെയ്തതെന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ദ റെപ്രസെന്റേറ്റീവ് ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് നോമിനേറ്റഡ് ബൈ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. നമുക്ക് നേരത്തെ പറഞ്ഞു, പ്രിൻസിലി സ്റ്റേറ്റ് അതായത് രാജാക്കന്മാർക്ക് കിട്ടിയ സീറ്റുകളിലേക്ക് അവരുടെ നോമിനികളെ രാജാക്കന്മാരെ നോമിനേറ്റ് ചെയ്യും. അവിടെ ഇലക്ഷൻ ഇല്ല. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഈസ് പാർട്ട്ലി ഇലക്ടഡ് ആൻഡ് പാർട്ടി നോമിനേറ്റഡ് ബോഡി. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു പാർട്ടി ഇലക്ട് ചെയ്യപ്പെട്ടതും പകുതി ഇലക്ട് ചെയ്യപ്പെട്ടതും അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്ത ഒരു ബോഡിയാണ്. പൂർണ്ണമായി ഇലക്ട് ചെയ്തതല്ല എന്നാണ്. ഇലക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫ്രം ബ്രിട്ടീഷ് പ്രോവിൻസസ് ഹെൽഡ് ഇൻ ജൂലൈ ആഗസ്റ്റ് 1946. 1946 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് മേൽപ്പറഞ്ഞ പ്രകാരം ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ഒന്നുകിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഈ മേൽപ്പറഞ്ഞ പ്രകാരം കമ്മ്യൂണിറ്റി ബേസ്ഡ് ജനറൽ കമ്മ്യൂണിറ്റി രീതിയിലുള്ള ഇലക്ഷൻ നടന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പില് ഇന്റർനാഷണൽ കോൺഗ്രസ് വോൺ 208 സീറ്റ്, 208 സീറ്റാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് നേടിയത്.
അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാര് 73 സീറ്റ് നേടി. അതുപോലെ തന്നെ മറ്റ് ചില ഇൻഡിപെൻഡന്റ് സ്മാൾ ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു 15 സീറ്റ് നേടി. ഇതിനകത്ത് പ്രിൻസിപ്പൽ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തില്ല, അവർ നോമിനേറ്റ് പോലും ചെയ്തില്ല, കാരണം അവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത് ചില അജ്ഞാതമായ കാരണങ്ങൾ. മഹാത്മാഗാന്ധി ഒഴികെ, എക്സെപ്റ്റ് മഹാത്മാഗാന്ധി, ഓൾ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഇവർ ഇൻക്ലൂഡഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂവൻസി. ആ സമയത്ത് സ്വാതന്ത്ര്യ സമര നേതാക്കളിൽ മിക്ക ആളുകളും പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിയിൽ മറ്റും ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിയിൽ പിന്നെ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരുന്നു. അതായത് സിഖ്, മുസ്ലിംസ്, ജമാഅത്ത്. അപ്പം ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിർബന്ധമായ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടണം. അത് മാത്രം വോട്ട് ചെയ്തോട് പോലും ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ SC, ST, ബാക്ക്വേർഡ് ക്ലാസസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ആളുകളെ ഉൾപ്പെടുത്തുവാനും ശ്രദ്ധിച്ചിരുന്നു, ഉൾപ്പെടുത്തുവാനുള്ള പ്രൊവിഷൻസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനുള്ള ഒരു കാര്യം. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ആമുഖവും എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി ഉള്ള കാര്യങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അതിൻ്റെ ആമുഖമാണ്. താങ്ക് യു.